കുട്ടികളുടെ സ്ക്രീൻ ടൈം ഒരു സെറ്റ് ചെയ്യണം. അതായത് ഒരു പ്രെഡിക്റ്റബിലിറ്റി വേണം. കുട്ടികൾക്ക് അറിയണം ഇന്ന സമയത്ത് എനിക്ക് സ്ക്രീൻ ടൈമാണ്, അത് ഈ ടൈമിൽ തുടങ്ങും, ഈ ടൈമിൽ അവസാനിക്കും. ആ രീതിയിൽ ഒരു പ്രെഡിക്റ്റബിൾ ആയിട്ട് ഉണ്ടായിരിക്കണം. അതിന് വേണമെങ്കിൽ നമുക്കിപ്പോൾ അപ്പോൾ അവർക്കറിയാം ഇപ്പോൾ അരമണിക്കൂർ എന്ന് പറഞ്ഞാൽ കുട്ടികൾ ഇതിൽ ഫോണിൽ മുഴുകിയിരുന്ന അവർക്ക് അരമണിക്കൂർ കഴിയുന്നതൊന്നും അല്ലെങ്കിൽ 1 മണിക്കൂർ കഴിയുന്നതൊന്നും അവരറിയില്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് പോയിട്ട് വാങ്ങിക്കഴിഞ്ഞാൽ സെയിം എഫക്റ്റ് തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു 10 മിനിറ്റ് മുമ്പ് നമുക്ക് ചെന്ന് പറയാം 10 മിനിറ്റ്സ് മോർ മാത്രമേ ഫോൺ യൂസ് ചെയ്യാനുള്ളൂ. അതല്ലെങ്കിൽ നമുക്ക് ടൈമർ വെക്കാം. ടൈമർ വെക്കുന്നതാണ് കുറച്ചും കൂടെ എഫക്റ്റീവ്. കാരണം അവിടെ നമ്മളല്ല കുട്ടിയുടെ ശത്രു, അവിടെ ടൈമറാണ് കുട്ടിയുടെ ശത്രുവായിട്ട് വരുന്നത്. അപ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അതായത് സ്ക്രീൻ ടൈമിന് നമ്മൾ ടൈമർ വെക്കുന്നു, ഡെയിലി അലാമോ എന്തെങ്കിലും സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സ്ക്രീൻ ടൈം കഴിഞ്ഞ ഉടനെ ഇപ്പം മതി ഇനി ഫോണിൻ്റെ ടൈം കഴിഞ്ഞു നമുക്ക് പോയിരുന്ന് പഠിക്കാം, അല്ലെങ്കിൽ അവർക്ക് അത്ര ഇഷ്ടമില്ലാത്ത കുട്ടികൾ എന്നുള്ള താല്പര്യത്തോടു കൂടെ അവർ ചെയ്യാൻ അവർക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഒരു വർക്കിലേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നതെങ്കിൽ അവർ ആ വർക്ക് ചെയ്യാൻ ഭയങ്കര മടി കാണിക്കും. കാരണം അവർ ഓൾറെഡി ഇതിനകത്ത് ഞാൻ പറഞ്ഞ നേരത്തെ പോലെ ഡോപ്പമിൻ കിട്ടുന്നൊരു വർക്കാണിത്. അപ്പോൾ നമ്മൾ മറ്റേതിലേക്ക് പോകുമ്പോൾ അവർക്ക് പെട്ടെന്ന് ഡൗൺ ആയി പോകും. അപ്പോൾ അത് നമുക്ക് അതിൻ്റെ ഇടയിൽ ഒരു ട്രാൻസിഷൻ ഒരു ഗ്യാപ്പ് വയ്ക്കാം. അതായത് ഇപ്പോൾ അവർ സ്ക്രീൻ ടൈം കഴിഞ്ഞ ഉടനെ നമ്മൾ നേരെ കൊണ്ടുപോയി പഠിക്കാനിരുത്താതെ അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യം, ഇപ്പം ചിത്രം വരയ്ക്കാനോ അല്ലെങ്കിൽ ജസ്റ്റ് പുറത്തിറങ്ങിയിട്ട് 2 റൗണ്ട് സൈക്കിൾ ഓടിക്കാനോ അതല്ലെങ്കിൽ വല്ല ചെടി നനക്കാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീട്ടിൽ വല്ല പെറ്റ്സ് ഉണ്ടെങ്കിൽ അവരുടെ കൂടെ ഒരു 5 മിനിറ്റ്സ് 10 മിനിറ്റ്സ് സ്പെൻഡ് ചെയ്യുക. അങ്ങനെ കുട്ടിക്ക് താല്പര്യമുള്ള എന്തെങ്കിലും അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി അതിൻ്റെ ഇടയിൽ നമ്മൾ ആ ഗ്യാപ്പിൽ നമ്മൾ ഫില്ല് ചെയ്യണം. അതല്ലെങ്കിൽ അവർക്ക് ആ ഫോൺ പെട്ടെന്ന് വാങ്ങുന്നതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് അവർക്കുണ്ടാവും. പിന്നെ നമ്മൾ ചെയ്യാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ടൈം സെറ്റ് ചെയ്യുമല്ലോ, കുട്ടിയുടെ ആക്ടിവിറ്റീസിൻ്റെ ടൈം, അതായത് സ്ക്രീൻ ടൈം എത്ര വേണം എന്നൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ അത് നമ്മളുടെ തീരുമാനമായിട്ട് കുട്ടിയുടെ മേലെ അടിച്ചേൽപ്പിക്കുന്നത് പോലെ നമ്മൾ ചെയ്യരുത്. കുട്ടീനെയും കൂടെ ഇരുത്തിയിട്ട് നമുക്ക് എത്ര സമയം ഫോൺ യൂസ് ചെയ്യാം അപ്പോൾ അവരെ കൊണ്ട് പറയിപ്പിക്കുക. അപ്പോൾ അവർ പറയും ഇത്ര 5 മണിക്കൂർ 3 മണിക്കൂർ 4 മണിക്കൂർ അതൊന്നല്ല, അപ്പോൾ പഠിക്കാനുള്ള സമയം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അവരെ കൊണ്ട് തന്നെ 1 അവറിനോ അല്ല നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് കുട്ടിക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾക്ക് അനുസരിച്ച് കുട്ടീനെ കൊണ്ട് തന്നെ സെറ്റ് ചെയ്യിപ്പിക്കുക. എന്നിട്ട് നമ്മൾ ടൈമർ വെക്കുന്നതായാലും അലാം വെക്കുന്നതാണെങ്കിലും കുട്ടീനെ കൊണ്ട് തന്നെ അതിൽ കുട്ടീനെയും കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ഈ സ്ക്രീൻ ടൈം കഴിഞ്ഞാൽ ഫോൺ എവിടെ വെക്കും, അല്ലെങ്കിൽ സ്ക്രീൻ ടൈം കഴിഞ്ഞ ഉടനെ നമ്മൾ എന്താണ് അടുത്ത ആക്ടിവിറ്റി ചെയ്യാൻ പോകുന്നത്, ഈ രീതിയിൽ എല്ലാ കാര്യങ്ങളും നമ്മളൊരു ടൈം സെറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു സ്ട്രക്ചർ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് കുട്ടീനെയും കൂടെ ഇൻവോൾവ് ചെയ്യിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്.